hello. Welcome you all to Vipras Vidya. A warm good afternoon to everybody. Myself Kavya. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ മീനിങ്, കോൺസെപ്റ്റ് അതെല്ലാമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ലെറ്റ്സ് എൻജോയ്. ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി ആയിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസസ് എന്തായിരുന്നു? ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി, ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി മക്കളെ എന്താണ്? ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി ഒരു വേരിയബിള് മറ്റൊരു വേരിയബിളിൽ നിന്നും വിഭിന്നമാണെങ്കിൽ ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി എന്ന് വിളിക്കും. അതാണ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരു തിയററ്റിക്കൽ എക്സാമ്പിൾ, ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞൂടെ? പറയാമോ മക്കളെ? പറയാം മാഡം. യെസ്. അപ്പൊ കോൺസിക്വൻസസ് ഓഫ് ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി നമ്മൾ ഇന്നലെ പഠിച്ചത് എനിക്ക് തോന്നുന്നു കോസസ് വരെയാണ് അല്ലേ? കോസസ് വരെയല്ലേ നമ്മൾ ഡീൽ ചെയ്തത്? അതെ മാം. യെസ്. ഓക്കെ. Now we are going to move with consequences of heteroscedasticity. ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ഇതിലും കൂടുതലായിട്ട് ഒന്നും അതിന്റെ കപ്പാസിറ്റി, അതിന്റെ ഒരു ഇലാബറേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിലേക്കൊന്നും മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി, ഇതിന്റെ പോയിന്റ്സ് മാത്രം. കാരണം നമുക്ക് കൂടുതൽ MCQs ആണ് വരിക. ഓക്കെ, എഴുതിക്കോളൂ. കോൺസിക്വൻസസ് ഓഫ് ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി. ഓക്കെ, സോ ഇതിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതാണ്. കോയിഫിഷ്യന്റ് എസ്റ്റിമേറ്റ്. ചോദ്യം വന്നിട്ടുണ്ട്. കോയിഫിഷ്യന്റ് എസ്റ്റിമേറ്റിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ദ കോയിഫിഷ്യന്റ് എസ്റ്റിമേറ്റ് ഈസ് അൺബയസ്ഡ്. അത് അതുപോലെ തന്നെ പഠിച്ചേക്കണം. കോയിഫിഷ്യന്റ് എസ്റ്റിമേറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഇസ് അൺബയസ്ഡ്. ഓക്കെ, എഴുതിയോ എല്ലാരും? ആ കീ പോയിന്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. കീ പോയിന്റ് എഴുതിയോ എല്ലാരും? കോയിഫിഷ്യന്റ് എസ്റ്റിമേറ്റിന് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബി അൺബയസ്ഡ്. ഓക്കെ, OLS എസ്റ്റിമേറ്റ് എന്തായിരുന്നു? OLSന്റെ ഫുൾ ഫോം? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് OLS? ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു OLSന്റെ ഫുൾ ഫോം. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ. യെസ്. അതിന് എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? ഇറ്റ് വിൽ ബി മിനിമം വേരിയന്റ് എന്നാ പറയുന്നത്. അതായത് മിനിമം എന്തായിരിക്കും? മിനിമം വേരിയൻസ് മാത്രം, മിനിമം ഡിഫറൻസ് മാത്രമായിരിക്കും എന്തിൽ നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്ത് തരുന്നത്? നമ്മളുടെ OLS എസ്റ്റിമേറ്റില്, അതായത് നമ്മുടെ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റില് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തരുന്നത്. ക്ലിയർ for everyone? Clear ma'am. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? we cannot apply the formula of variance. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ട് ഇല്ലേ? വേരിയൻസ് എന്താന്നൊക്കെ പഠിച്ചിട്ടില്ലേ? വേരിയൻസ് ഇസ് ഈക്വൽ ടു, എല്ലാത്തിലും വേരിയൻസ് ഉണ്ട്. ഇപ്പൊ ബൈനോമിയലിൽ പോകണ വേരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ പ്രോബബിലിറ്റി പോവാണെങ്കിൽ അതിന് ബൈനോമിയൽ അതിൽ വരുന്ന കാറ്റഗറി. ഓക്കെ, പ്രോബബിലിറ്റി പോവാണെങ്കിൽ അതിലൊരു വേരിയൻസ് ഉണ്ട്. നമ്മൾ ഏത് പാറ്റേണിലേക്ക് പോയാലും നമുക്ക് അവിടെ എന്ത് കാണാനായിട്ട് സാധിക്കും? വേരിയൻസിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് വേരിയൻസ്? What do you mean by variance? പോട്ടെ, വേരിയൻസ് എന്ന് പറഞ്ഞ മാത്സ് പഠിച്ച ആൾക്കാരുണ്ട്, പറയണം, പറഞ്ഞോളൂ. what do you mean by this variance? Variance is equal to ആരും ഒന്നും പറയുന്നില്ല. വേരിയൻസ് is equal to ഇതറിയാമോ? എന്താ SD എന്ന് പറഞ്ഞ? What do you mean by standard deviation? ആണോ? അതിന്റെ സ്ക്വയർ വേരിയൻസ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഒക്കെ നമുക്ക് പഠിക്കണം. ആരാ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൊണ്ടുവന്നേ? അത് ഞാൻ പറഞ്ഞു വന്നപ്പോ ഓർത്തപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. MCQ ആയിട്ട് ചോദിക്കാം. ആരാ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൊണ്ടുവന്നേ? നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. K വെച്ചാണ് തുടങ്ങുന്നത്.
കാൾ പിയേഴ്സൺ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു പോയപ്പോ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് കോയിഫിഷ്യന്റ് എസ്റ്റിമേറ്റ് എങ്ങനെയായിരിക്കും, അൺബയസ്ഡ് ആയിരിക്കും. OLS എസ്റ്റിമേറ്റ് എങ്ങനെയായിരിക്കും, മിനിമം വേരിയൻസ് പ്രോപ്പർട്ടി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല, വേരിയൻസ് എന്ന് പറയുന്നതിന്റെ ഫോർമുല, അതായത് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് എക്സ് വൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ കുറച്ച് ഹോംവർക്ക് ഒക്കെ തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഞാൻ ഹോംവർക്ക് ഒക്കെ തന്നായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആരെങ്കിലും കണ്ടുപിടിച്ചോ ഹോംവർക്ക്? ടീച്ചർ കിട്ടി, ശരിയാണെന്ന് അറിയത്തില്ല. ശരിയാണോ? നമ്മൾ പറയുന്നത് ശരിയാണോ? ഓക്കെ, പറഞ്ഞോളൂ. കോൺഫിഡൻസ് ഇന്റർവൽ ആയിരുന്നു ഇന്നലത്തെ ഹോംവർക്ക്. പറഞ്ഞോളൂ. കേട്ടില്ല. 2 ഉണ്ടായിരുന്നു. രണ്ടെണ്ണം, 3 ഇല്ലായിരുന്നു. പ്രോബ്ലം, ഒരു പ്രോബ്ലം അപ്പൊ തന്നെ ആൻസർ കിട്ടിയായിരുന്നു. അപ്പൊ തന്നെ ആൻസർ കിട്ടി. ഓക്കെ, പ്രോബ്ലം അല്ല, ഒരു ജസ്റ്റ് ഒരു MCQ അല്ലെ? ഓക്കെ, പറഞ്ഞോളൂ. എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? കോൺഫിഡൻസ് ഇന്റർവൽ ആയിരുന്നോ? ഓക്കെ, എന്താ കോൺഫിഡൻസ് ഇന്റർവൽ? It displays the probability that a parameter will fall between a pair of values around the mean. സിമ്പിൾ ആയി പറഞ്ഞ, സിമ്പിൾ ആയി പറഞ്ഞ, വേറെ ആരും നോക്കിയില്ല? കോൺഫിഡൻസ് ഇന്റർവൽ എന്താണ്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ. റിപ്പീറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. Confidence interval displays the probability that a parameter will fall between a pair of values around the mean. അതായത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന, അതായത് നമ്മളെ ട്രൂ വാല്യൂവും എസ്റ്റിമേറ്റഡ് വാല്യൂവും തമ്മിലുള്ള ഒരു വ്യത്യാസം, അതിന്റെ ഉള്ളിലായിരിക്കണം എപ്പോഴും എന്ത് നിൽക്കുന്നത്, നമ്മളുടെ അനാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ പെർവ്യൂ എന്ന് പറയുന്നത്, നമ്മളെ സ്റ്റഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് നിൽക്കുന്നതാണ്. ആ കോൺഫിഡൻസ് ഇന്റർവൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ട്രൂ വാല്യൂ, എസ്റ്റിമേറ്റഡ് വാല്യൂ. നമ്മൾ മൈൻഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. നമുക്കൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല നമുക്കൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്. ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ സക്സസ്ഫുൾ റേറ്റുമായിട്ടുള്ള ഒരു കമ്പാരിസൺ. നമ്മളുടെ മനസ്സിൽ കണ്ട അതേ സംഭവം തന്നെ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താണ്, വി ആർ ഹൈലി കോൺഫിഡൻസ്, വി വിൽ ഫീൽ ഹൈലി കോൺഫിഡൻസ്, ഇല്ലേ? അങ്ങനെ ഒരു എൻവിറോൺമെന്റ് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. അപ്പൊ കോൺഫിഡൻസ് ഇന്റർവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ഇക്കണോമെട്രിക്കൽ ടേമിൽ പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റഡിയുടെ മീൻ എന്ന് പറയുന്നത്, പോപ്പുലേഷൻ മീനും സ്റ്റാറ്റിസ്റ്റിക്കൽ മീനും എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ അധികം അങ്ങ് ഡിഫറൻസ് പാടൂല. പോപ്പുലേഷന്റെ മീൻ എടുത്താലും സാമ്പിളിന്റെ മീൻ എടുത്താലും എന്തായിരിക്കണം, രണ്ടും ഏകദേശം ഒരുപോലെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വി കുഡ് സേ ദാറ്റ് there lies confidence. ക്ലിയർ ഫോർ എവരിവൺ? ഇതൊന്നും ഇത്രയൊന്നും ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കണ്ട. ക്ലിയർ ഫോർ എവരിവൺ? അതിൽ കുറെ ഇനിയും പറയാനുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നമുക്കിനി പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് മക്കളെ, ഇത് ഓർത്ത് വെക്കാൻ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഞാൻ പഠിച്ചപ്പോൾ ഉപയോഗിച്ച എളുപ്പ വഴിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, നമ്മളെ ടെസ്റ്റ് ഓഫ് ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് യു ഹാവ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, യു ഹാവ് ഗോൾഡ് ഫീൽഡ് ക്വാണ്ട് ടെസ്റ്റ്, യു ഹാവ് പാർക്ക് ടെസ്റ്റ്, യു ഹാവ് ഗ്ലജസർ ടെസ്റ്റ്, യു ഹാവ് ബ്രൂഷ് പാഗൻ അല്ലെങ്കിൽ ഗോഡ്ഫ്രേ ടെസ്റ്റ്. ഇത്രയും ടെസ്റ്റുകളാണുള്ളത്. ഈ ടെസ്റ്റുകൾ നിങ്ങൾ ചിലപ്പോൾ, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾക്ക് MCQ ചോദിക്കാം, എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗമായിട്ടും ചോദിക്കാൻ സാധ്യത ഇങ്ങനെ കുറെ ടെസ്റ്റുകൾ തരും. ഇങ്ങനെ കുറെ ടെസ്റ്റുകൾ തന്നിട്ട് അവർ ചോദിക്കുക എന്തായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അറേഞ്ച്, അതായത് ജസ്റ്റ് മാച്ച് ദി ഫോളോയിങ്, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റുകളെല്ലാം നിങ്ങൾ ഓർക്കാതെ നിങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ല. ഓക്കെ, അപ്പം ഞാൻ ഓർക്കാൻ ഉപയോഗിച്ച ഒരു തന്ത്രമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്പിയർമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സ്പിയർമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഗോൾഡ് ഇട്ട് പാർക്കിൽ ചെന്നു. ഇത്രയും ക്ലിയർ ആയോ? ഓർക്കാനുള്ള വഴിയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി ഓർക്കാനുള്ള വഴിയാണ് അതിന്റെ ടെസ്റ്റുകൾ. സ്പിയർമാൻ എന്ന് പറയുന്ന വ്യക്തി ഗോൾഡ് ഇട്ട് പാർക്കിൽ ചെന്ന് എന്തെങ്കിലും ഒരു ബൈക്കോ എന്തെങ്കിലും ഒരു പേരായിക്കോട്ടെ, ഗ്ലജസർ എന്ന് പറഞ്ഞൊരു സാധനം ഓടിച്ചു. നമ്മൾ ചുമ്മാ പേരിടുന്നു. ഓടിച്ചപ്പോ അദ്ദേഹം എന്താണ്, വളരെ റിസ്കി ആയിട്ടുള്ള ഒരു റൈഡ് ആയതുകൊണ്ട് അദ്ദേഹം ദൈവത്തിനെ വിളിച്ചു, ഓ ഗോഡെ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള എന്താക്കാം, എന്തെങ്കിലുമൊക്കെ കോഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ യു ക്യാൻ ലേൺ ഇറ്റ് യൂസിങ് സം കോഡ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്. സ്പിയർമാൻ എന്ന് പറഞ്ഞ വ്യക്തി ഗോൾഡ് ഇട്ട് പാർക്കിൽ ചെന്നു, അവിടെ ചെന്ന് ഗ്ലജസർ ഓടിച്ചു. അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു ജേർണി ആയതുകൊണ്ട് ദൈവത്തെ വിളിച്ചു പോയി. അപ്പൊ നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണ് എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. എപ്പോഴും കോഡ് ഉണ്ടാക്കി പഠിക്കുക. ഓക്കെ, റെമിഡിയൽ മെഷർ എഴുതിക്കോളൂ.
remedial measures. Excuse me, ma'am. Yes. Previous slide ഒന്നുകൂടെ വെക്കൂ. ഓടിക്കാലോ. Hope you can see. കാണാലോ? കാണാന്ന് പ്രതീക്ഷിക്കുന്നു. കാണാലോ? മോനെ കാണാമോ? കാണാം. കഴിഞ്ഞോ? Finish? Consequences in the slide on the variance cannot be applied വരല്ലേ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. കാണാലോ? ഓക്കെ മാം. ഞാൻ ആ വരച്ചിരിക്കുന്ന പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതിലും കൂടുതലായിട്ടൊന്നും നോക്കാൻ നിൽക്കണം. ഞാൻ മാർക്ക് ചെയ്ത ഏരിയാസ് മാത്രം നോക്കിയാൽ. ഓക്കെ, ഫിനിഷ്. മോനെ അത് എഴുതിയായിരുന്നോ? മക്കളത് എഴുതിയായിരുന്നോ? എഴുതി. ഇനി നമുക്ക് വരുന്നത് റെമീഡിയൽ മെഷേഴ്സ്. എന്ത് ചെയ്യാം? ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ സ്റ്റഡിയിൽ വന്നുപോയി. നമുക്ക് എന്ത് ചെയ്യാനേ പറ്റും? നമ്മളിപ്പം ഏത് സ്റ്റഡി എടുത്ത് നോക്കിയാലും, ഏത് റിസർച്ച് അനാലിസിസ് നമ്മൾ എടുത്തു നോക്കിയാലും അവിടെയെല്ലാം എന്തുണ്ടായിരിക്കും? ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു എൻവിറോൺമെന്റ് കാണാനുള്ള വഴിയുണ്ട്. നമുക്കതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായി കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വി ക്യാൻ അപ്ലൈ ദ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ്? We can use the principle of generalized least square method. We can use the principle of, നിങ്ങൾ ഈ മേലുള്ള ഈ സംഭവങ്ങളൊന്നും എഴുതണമെന്നില്ല. You can just use methods മാത്രം പഠിച്ചാൽ മതി. ഒന്ന് നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, you can make use of generalized least square method. Generalized least square methods നിങ്ങൾക്ക് എംപ്ലോയ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് weighted least square methods. എന്തൊക്കെ ഉപയോഗിക്കാം? നിങ്ങൾക്ക് generalized least square methods എംപ്ലോയ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്, you can make use of weighted least square method. അല്ലെങ്കിൽ you can use data transformation method. 3 മെത്തേഡ്സ് ആണ് ജനറലി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. The first method is generalized least square method. Second is weighted least square method. And the third one is data transformation method. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാറില്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിനൊന്നും അത് ചോദിക്കാറില്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ, ലോഗ് ട്രാൻസ്ഫോർമേഷൻ. അതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്തത്. 4 മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ബേസിക് ആയിട്ട് ഈ 3 മെത്തേഡ്സ് ആണ്. ഈ 4ാമത്തെ മെത്തേഡ് എന്തായാലും എഴുതി വെച്ചോളൂ. അതിൻ്റെ അകത്ത് വരുന്നതാണ് നമുക്ക് ലോഗ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് എന്ന് പറയും. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണോ? ടീച്ചറെ ഇതിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടീച്ചറെ? ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, മാച്ച് ദി ഫോളോയിങ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഈ ടെസ്റ്റുകൾ ചോദിക്കും. അതായത് ഒരു സൈഡിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ ഇതിൽ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? ഒരു മിനിറ്റ്, ആ ടെസ്റ്റ് ഒന്ന് ഇട്ടോ. ഈ ടെസ്റ്റ് കാണാമോ? ഓക്കെ, ഒരു സൈഡിൽ നിങ്ങൾക്ക് എന്ത് തരും വെച്ചിട്ടുണ്ടെങ്കിൽ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി തരും. അതിന് താഴെ നിങ്ങൾക്ക് എന്തായിരിക്കും? ഓട്ടോ കോറിലേഷൻ തന്നിട്ടുണ്ടാവും, മൾട്ടി കൊളൈനറിറ്റി തന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് തന്നിട്ടുണ്ടാവും. മറുഭാഗത്ത് എങ്ങനെയായിരിക്കും തന്നിരിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്ക് ടെസ്റ്റ്, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ കാണും. സോ യു ഹാവ് ടു മാച്ച് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി വിത്ത് പാർക്ക് ടെസ്റ്റ്. ഇങ്ങനെയായിരിക്കും കൂടുതലായിട്ടും എന്താണ് ഈ ഒരു ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിന്റെ പാറ്റേണിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്.